പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം വെറും 12,000 രൂപ അടച്ചുകൊണ്ട് മാസത്തിൽ 3,000 രൂപ ലഭിക്കുന്ന ഒരു പ്രവാസി പെൻഷൻ പദ്ധതിയെക്കുറിച്ചാണ്. അതെങ്ങനെയാണ്, ആർക്കൊക്കെ ലഭിക്കും എന്നൊക്കെ അറിയാൻ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്താണ് പ്രവാസി വെൽഫെയർ ബോർഡ്, എങ്ങനെയാണ് അതിൽ അംഗത്വമെടുക്കുക, അതിൽ അംഗത്വമെടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ ആനുകൂല്യങ്ങൾ ലഭിക്കും എന്നതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായൊരു വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതിനോടൊപ്പം നൽകാം. തീർച്ചയായിട്ടും ആ വീഡിയോ നിങ്ങൾ കാണുക. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. 18 വയസ്സ് മുതൽ 59 വയസ്സ് വരെയാണ് പ്രവാസി വെൽഫെയർ ബോർഡിൽ അംഗത്വമെടുക്കുന്നതിനുള്ള പ്രായപരിധി. 55 വയസ്സിന് ശേഷമാണ് അംഗത്വമെടുക്കുന്നതെങ്കിൽ 5 വർഷം അംശദായ തുക അടച്ചാൽ മതിയാകും. അതായത് 55 വയസ്സുള്ളവർക്ക് 60 വയസ്സ് വരെയും 59 വയസ്സുള്ളവർക്ക് 64 വയസ്സ് വരെയും അംശദായ തുക അടക്കണം. 5 വർഷം പൂർത്തിയായതിനു ശേഷമാണ് പെൻഷൻ ലഭിക്കുന്നത്. പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിൽ സ്ഥിരതാമസമാക്കിയ ആളുകൾക്ക് 200 രൂപയാണ് മാസത്തിൽ അടയ്ക്കേണ്ട അംശദായ തുക. അങ്ങനെ കണക്കാക്കുമ്പോൾ 5 വർഷം കൊണ്ട് 12,000 രൂപയാണ് അംശദായ തുക അടയ്ക്കേണ്ടത്. 5 വർഷം പൂർത്തിയായി കഴിഞ്ഞാൽ അവർക്ക് 3,000 രൂപ മിനിമം പെൻഷൻ ലഭിക്കും. ഇതുകൂടാതെ നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇനി നിലവിൽ പ്രവാസിയാണെങ്കിൽ മാസത്തിൽ 350 രൂപ അടക്കണം. 5 വർഷം പൂർത്തിയാകുമ്പോൾ അവർക്ക് ലഭിക്കുന്ന പെൻഷൻ തുക എന്ന് പറയുന്നത് 3,500 രൂപയാണ്. എന്നാൽ നിങ്ങൾക്ക് 54 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ 50 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ എന്നാണെങ്കിൽ 55 വയസ്സ് വരെ കാത്തിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അംഗത്വം സ്വീകരിക്കാവുന്നതാണ്. 60 വയസ്സ് വരെ അംശദായ തുക അടക്കണമെന്ന് മാത്രം. 5 വർഷത്തിന് മുകളിൽ അടക്കുന്ന അംശദായ തുകയുടെ 3% കണക്കാക്കി നിലവിൽ 7,000 രൂപ വരെ പെൻഷൻ ലഭിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളൊരു പ്രവാസിയാണെങ്കിൽ അല്ലെങ്കിൽ മുൻ പ്രവാസിയാണെങ്കിൽ ഈ ഒരു അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. വരും കാലങ്ങളിൽ ഇതിൻ്റെ റൂൾസൊക്കെ മാറിയേക്കാം. അതുകൊണ്ട് ഈ ഒരു അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. നിങ്ങൾ പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്വമെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഏറ്റവും അടുത്തുള്ള ഓൺലൈൻ സേവന കേന്ദ്രങ്ങളെ സമീപിക്കാം. അതല്ലെങ്കിൽ ഇവിടെ നൽകിയിരിക്കുന്ന നമ്പറിലേക്ക് ആവശ്യമായ വിവരങ്ങളും രേഖകളും വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ലോകത്ത് എവിടെയാണെങ്കിലും ഈ സേവനം ലഭിക്കുന്നതാണ്. നന്ദി.